ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ജൂൺ 29, വിശുദ്ധ പത്രോസ് ലീഹ. യേശുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു വിശുദ്ധ പത്രോസ് ലീഹ. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം പാറ എന്നാണ്. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ ദേവാലയം പണിയുമെന്നാണ് യേശു പത്രോസിനോട് പറഞ്ഞത്. വെറുമൊരു മത്സ്യത്തൊഴിലാളിയെ യേശു കൈപിടിച്ച് തന്റെ സഭയുടെ പിതാവാക്കി. ഗലീലയിലെ ബെത്സദായിലാണ് പത്രോസ് ജനിച്ചത്. ശിമയോൻ എന്നായിരുന്നു പത്രോസിന്റെ ആദ്യ പേര്. പത്രോസും സഹോദരനായ അന്ത്രയോസും മീൻപിടുത്തക്കാരായിരുന്നു. പത്രോസ് തന്റെ വിവാഹശേഷം ഭാര്യയോടും അന്ത്രയോസിനോടുമൊപ്പം കഫർനാമിലേക്ക് മാറി താമസിച്ചു. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്കായി അവതരിക്കുന്ന രക്ഷകനെ കുറിച്ച് പത്രോസ് ഏറെ കേട്ടിട്ടുണ്ടായിരുന്നു. രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്നതിനിടയിലാണ് അവർ യേശുവിനെ വഴിയൊരുക്കുവാനായി വന്ന സ്നാപക യോഹന്നാനെ കാണുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ആകർഷിതരായി പത്രോസും അന്ത്രയോസും യോഹന്നാന്റെ ശിഷ്യരായി. അന്ത്രയോസ് ആണ് യേശുവിനെ ആദ്യമായി കാണുന്നത്. ഇതാണ് രക്ഷകൻ എന്ന് തിരിച്ചറിഞ്ഞ അന്ത്രയോസ് പത്രോസിനെ യേശുവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പത്രോസിനെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, നീ യോനായുടെ പുത്രനായ ശിമയോനാണല്ലോ. ഇനി മുതൽ നീ കേപ്പ എന്നർത്ഥമുള്ള പത്രോസ് എന്ന് വിളിക്കപ്പെടും. യേശുവിന്റെ ശിഷ്യന്മാരുടെ പട്ടികയിൽ ആദ്യ പേരാണ് പത്രോസിന്റേത്. എല്ലാ സുവിശേഷകന്മാരും പത്രോസിന് 1-ാം സ്ഥാനം കൊടുക്കുന്നു. പ്രഥമ ശിഷ്യൻ എന്ന സ്ഥാനം യേശുവും പത്രോസിന് കൊടുത്തു. നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ ദേവാലയം പണിയും, നരകവാതിലുകൾ അതിനെതിരായി പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. പത്രോസ് യേശുവിനെ 3 തവണ തള്ളിപ്പറയുന്ന സംഭവം ബൈബിളിൽ പറയുന്നുണ്ട്. യേശുവിന്റെ പ്രവചനമായിരുന്നു അത്. കോഴി കൂവുന്നതിന് മുൻപ് നീ എന്നെ 3 തവണ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞു. പിന്നീട് പടയാളികൾ അവിടുത്തെ തടവിലാക്കി. പത്രോസും പിന്നാലെ പോയി. അവിടെ ഒളിഞ്ഞു നിന്ന് യേശുവിനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അവിടെ വെച്ച് ചിലർ, നീ യേശുവിനൊപ്പം ഉണ്ടായിരുന്നവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് അത് നിഷേധിക്കുന്നു. എന്നാൽ മറ്റു ശിഷ്യന്മാരെല്ലാം ഓടിയൊളിച്ച അവസ്ഥയിലാണ് പത്രോസ് ഇത് പറയുന്നതെന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തെ തെറ്റുപറയാൻ പറ്റുകയില്ല. മാത്രമല്ല, പത്രോസ് താൻ ചെയ്തു പോയതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നുമുണ്ട്. യേശുവിന്റെ മരണശേഷം ആദിമ ക്രൈസ്തവ സമൂഹത്തെ പത്രോസാണ് നയിക്കുന്നത്. ഒറ്റുകാരനായ യൂദാസിന് പകരക്കാരനായി മത്തിയാസിനെ തിരഞ്ഞെടുക്കുന്നതും വിജാതീയനായ കെർണേലിയൂസിന്റെ കുടുംബത്തെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നതുമായ സംഭവങ്ങൾ നടപടി പുസ്തകത്തിൽ വായിക്കാം. 7 വർഷം അന്ത്യോക്യയിലാണ് പത്രോസ് ചെലവഴിച്ചത്. പിന്നീട് റോമിലേക്ക് മാറി. ആദ്യത്തെ മാർപ്പാപ്പയാണ് പത്രോസ്. നീറോ ചക്രവർത്തിയുടെ ആജ്ഞപ്രകാരം 67 ജൂൺ 29 പത്രോസിനെ വത്തിക്കാനിൽ വെച്ച് കുരിശിൽ തറച്ചു കൊല്ലുകയായിരുന്നു.